ഇത് വാതിലും തുറക്കോ? ആരില്ലേ ഇവിടെ? സതീഷ് സാർ. ഹലോ സാർ. ആരില്ലേ ഇവിടെ? സതീഷ് സാർ. ഈ വാതിലൊന്ന് തുറക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. സാർ, സതീഷ് സാർ. ഭയങ്കരമായി പോയി കേട്ടോ സാറേ. ആരാ ഇത് ചെയ്തത്? മുരളീകൃഷ്ണൻ. അയാൾക്ക് ഞങ്ങൾ വന്നത് തീരെ പിടിച്ചിട്ടില്ല. തുറന്നു പറഞ്ഞു സാറേ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. മുരളിയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പാണോ? അതെ സാറേ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉടക്കിട്ടാ പോയത്. പോകുന്ന വഴിക്ക് വാതിൽ പൂട്ടുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഇവളാ പറഞ്ഞത് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ഈ നിസ്സാര കാര്യത്തിന് പുറത്തു പോയ ആളെ വിളിക്കണ്ടെന്ന് വെച്ചു. ഞങ്ങള് വർക്ക് തീർന്നപ്പോഴാ വാതിൽ പൂട്ടിയെ. സാർ, അയാൾ അബ്നോർമൽ ആണോ? നിങ്ങളൊന്ന് ഇരിക്കേ, ഞാനിപ്പോ വരാം. ഡാ, നമുക്ക് ഇവിടുന്ന് അങ്ങ് വിട്ടാലോ? വരട്ടെ, എന്താ ഉണ്ടാവും പോണെന്ന് അറിയണമല്ലോ. അവൻ ജാട കാണിച്ചിട്ട് പോയതാ. ഇനി അവന്റെ പൊടി പോലും കാണാൻ പോകുന്നില്ല. അതിനാ സാധ്യത. നീ വാ. ആരാണത്? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ കാണിക്കുന്നേ? നിനക്ക് എന്താ പറ്റിയ? എന്താ സാർ, എന്തുപറ്റി? ഓഫീസ് റൂമിൽ അവൻ എന്താ ചെയ്തിട്ടുണ്ട്? അവിടെ ആകെ അലങ്കോലമൊക്കെ ഇരിക്കുക. അവൻ എവിടുന്നുള്ളതാ സാർ? ഫൈൻ ആർട്സിൽ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ. രവിമാഷ് പറഞ്ഞു വിട്ടതാ. ഫൈൻ ആർട്സിലോ? ഫൈൻ ആർട്സിൽ ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഉറപ്പാണോ? കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങി നടക്കുന്നവനെ ഞാൻ. ബട്ട് ഹീസ് ടാലന്റഡ്. അസലായിട്ട് വരയ്ക്കും. പക്ഷെ അപകടകരമായ എന്തോ അവനിലുണ്ട്. യെസ്, സംതിങ് ഡെവിളിഷ്. അവനെ കണ്ടപ്പോ തന്നെ എന്തോ പ്രശ്നം തോന്നി. അവൻ ഞങ്ങളിവിടെ പൂട്ടിയിട്ടത് ഓഫീസ് റൂമിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കണം. അതെ, കക്ഷി അവിടെ എന്തോ കണ്ടുവച്ചിട്ടുണ്ട് സാർ. അവന്റെ കണ്ണീന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അത് ചോരയൊന്നുമല്ല സാർ, വെറും ചായ. ചിലപ്പോ വട്ടഭിനയിച്ചതായിരിക്കും. എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. സംതിങ് സ്ട്രേഞ്ച്. സാറേ, ഓഫീസിൽ നിന്ന് വല്ലതും കാണാതായിട്ടുണ്ടോ? നോക്കട്ടെ. ഒന്ന് പോലീസിൽ അറിയിക്കുന്നത് നന്നായിരിക്കും സാർ. രഘു, ഐ ലൈക്ക് ദിസ് പ്ലേസ്. ശരിക്കും ഒരു പ്രേതാലയം. ശരിയാ, നിനക്ക് പറ്റിയ സ്ഥലം. നിന്റെ മുത്തി അമ്മൂമ്മ പ്രേതായിരുന്നല്ലോ. അതെ അതെ, ആ പാരമ്പര്യം കുറച്ച് എനിക്കുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചോ. അതല്ല, പേര് മുരളീകൃഷ്ണൻ. ഫൈൻ ആർട്സിലെ ഡ്രോപ്പ് ഔട്ടാണ്. അതെ, രവിമാഷല്ലേ പറഞ്ഞു വിട്ടത്? ഓ ശരി ശരി, ഓക്കെ സർ, ഓക്കെ ശരി. ഇതിപ്പോ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമായ മട്ടാണ്. അതെന്താ? മുരളീകൃഷ്ണൻ എന്ന പേരുള്ള നമ്മൾ പറയുന്ന പ്രത്യേകതകളുള്ള ഒരാൾ ഫൈൻ ആർട്സിലില്ല. കഴിഞ്ഞ ബാച്ചിൽ പുറത്താക്കിയതാണ്. കഴിഞ്ഞ ബാച്ചിൽ മുരളീകൃഷ്ണൻ എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാളിപ്പോ എറണാകുളത്ത് ഇതൊരു ആർട്ട് ഗാലറിയിൽ വർക്ക് ചെയ്യുക. ഓഹോ, അത് ശരി. അപ്പൊ ഇവിടെ വന്നയാൾ കോളേജിൽ പഠിച്ച നല്ല ആർട്ടിസ്റ്റുകളെയൊക്കെ അവരറിയും. പക്ഷെ ഇയാളെ രവിമാഷാണ് അയാളെ അയച്ചത്. രവിമാഷിയെ ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞ മുരളീകൃഷ്ണയാ. പക്ഷെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല, ലീവ് കിട്ടാത്തോണ്ട്. മൈ ഗോഡ്. എങ്കിൽ പിന്നെ ആരാണ് ഇയാൾ? ഒരു പിടിയുമില്ല. അൺനാച്ചുറൽ ആയിട്ട് എന്തോ ഇതിലുണ്ട്. എന്റെ മുറിയിൽ നിൽക്കുമ്പോൾ അവന്റെ കണ്ണിന്ന് ചോര ഒഴുകുന്ന പോലെ തോന്നിയിരുന്നു എനിക്ക്. മുഖത്ത് മുഴുവൻ ചായം തേച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ചിലപ്പോ അത് അല്ല, അത് പെയിന്റ് അല്ലെന്ന ശക്തമായ തോന്നലാണ് എനിക്ക്. സാറൊന്നും പറഞ്ഞില്ല. പണ്ട് ചിത്രാലയം തുടങ്ങുന്ന സമയത്ത് കൊട്ടാരത്തിലൊരു ചിത്രകാരുണ്ടായിരുന്നു. അയാൾ കഥകളി ചമയത്തിലും മിടുക്കനായിരുന്നു. വിചിത്ര മനുഷ്യൻ, എപ്പോഴും ലഹരിയിലായിരിക്കും. അയാൾ ചിത്രം വരയ്ക്കുന്നിടത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ല, രാജാവാണെങ്കിൽ പോലും. ഒരിക്കൽ ഇളയറാണിയുടെ എണ്ണച്ചായ ചിത്രം അയാൾ വരയ്ക്കുന്നത് ജനലിലൂടെ ഞാൻ കാണാനിടയായി. ഓരോ ബ്രഷ് സ്ട്രോക്ക് കഴിയുമ്പോഴും അയാൾ ക്യാൻവാസിലേക്ക് വെറുപ്പോടെ കാർത്തുപ്പുമായിരുന്നു.
വെറുപ്പായിരുന്നു അയാളുടെ ഊർജം. പെട്ടെന്നൊരു നൊടി അയാൾ വരയ്ക്കുന്നത് നിർത്തി. എന്നിട്ട് പിന്നിലൊരാൾ നിൽക്കുന്നത് തിരിച്ചറിഞ്ഞ മട്ടിൽ അയാൾ എന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ടെന്തുണ്ടായി സാർ? പ്രാകൃത ഗോത്രവർഗക്കാർ ആഭിചാരം ചെയ്യുന്നത് പോലെ അയാളുടെ മുഖത്ത് കടുത്ത ചായം കൊണ്ട് വരച്ചിരുന്നു. അയാൾ എന്റെ നേരെ നിർനിമേഷനായി നോക്കി നിന്നു. പതുക്കെ കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി. അച്ഛന് തോന്നിയതാണോ? അല്ല, ഞാൻ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഞാനാണ് ഭയന്നത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നി. തീരെ ചെറിയ പ്രായമായിരുന്നു എനിക്കെന്ന്. സാറുകാരോടും പറഞ്ഞില്ലേ? ഈ കാഴ്ച കണ്ട് ഒരാഴ്ചയോളം ഞാൻ പനി പിടിച്ച് കിടപ്പിലായി. പിന്നെ കേട്ട വാർത്ത കുറച്ച് ക്രൂരമായിരുന്നു. അയാൾ വരച്ച ചിത്രങ്ങൾ ശരീരത്തോട് ചേർത്ത് കെട്ടി സ്വന്തം മുറിയിൽ തീ കൊളുത്തി മരിച്ചു. അപ്പം അയാളോടൊപ്പം വരച്ച ചിത്രങ്ങളും ചാരമായല്ലേ? അതെ. ഈ മുരളീകൃഷ്ണൻ വന്ന ദിവസം ഞാൻ അയാളെ സ്വപ്നം കണ്ടു. എനിക്കിത് തീരെ പിടികിട്ടുന്നില്ല സർ. കലയുടെയും കലാകാരന്റെയും വഴികൾ ദുരൂഹമാണ്. കലാകാരൻ സൃഷ്ടി നടത്തുമ്പോൾ അയാൾ ഈശ്വരനോട് അടുക്കുന്നു എന്ന് പറയാറില്ലേ? ചിലർക്ക് ആഭിചാരമാണ് കലാപ്രവർത്തനം. സൃഷ്ടിയോടൊപ്പം അവനവനെ തന്നെ സംസ്കരിച്ചുകൊണ്ടാണ് അവർ പാരമ്യത്തിലേക്ക് എത്തുന്നത്. അല്ല, ഇത് എൻ്റെ ഒരു തിയറിയാണ്. അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മുരളീകൃഷ്ണൻ പുനർജന്മമാണെന്നാണോ? ഞാനൊന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതല്ല. യുക്തി കൊണ്ട് വിശദീകരിക്കാനാവാത്ത പലതുമുണ്ട് ഈ ലോകത്തിൽ. ഞാൻ എൻ്റെ ആധ്യാത്മം കൊണ്ടാണ് അതിനൊക്കെ പരിഹാരം തേടാൻ ശ്രമിക്കുന്നത്. ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ചിത്രാലയത്തിലെ പ്രതിഷ്ഠയിൽ ഒരു വിളക്ക് കൊടുത്തും സതീഷിനോട് ഞാൻ പറഞ്ഞിരുന്ന സതീഷ് ഓർക്കുന്നോ? ഈ അവിശ്വാസിയോട് തന്നെ അച്ഛനത് പറയണം. സതീഷ് ചെയ്യണ്ട. വിശ്വാസമുള്ള ആരോടെങ്കിലും പറയൂ. നകുലിനോട് പറയൂ. ഒരു വിശേഷ പൂജ ഞാൻ നടത്തുന്നുണ്ട്. ദുഷ്ടശക്തികളെ തിരിച്ചറിയാനും നല്ലവരെ ഇവിടെ എത്തിക്കാനും വേണ്ടി. എല്ലാം ഒരു വിശ്വാസമല്ലേ? എനിക്ക് വയസ്സായെന്ന് കൂട്ടിയാൽ മതി.